എന്താ മോളെ ഇതൊക്കെ? നമ്മുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ കുട്ടികളുടെ അടുത്താണോ കാണിക്കുന്നത്? അവർക്ക് എന്തറിയാനാ? അല്ലെങ്കിൽ തന്നെ അവർക്ക് നേരെ നമ്മളിത് കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? കുറെ സങ്കടങ്ങള് സ്വയം അനുഭവിക്കാന്നല്ലാതെ മറ്റെന്ത് ഗുണ ഇതിന്ന് ഉണ്ടാവുന്ന? കുഞ്ഞിച്ചി, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? മടുത്തു. ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത്? എനിക്കിപ്പോ എന്നോട് എന്നെ ദേഷ്യം തോന്നുന്നു. ശ്യാമേ, നീ എന്തൊക്കെയായി പറയുന്ന? നിന്റെ മനസ്സ് നീ പറയുന്നിടത്ത് നിൽക്കുന്നില്ല. മനസ്സ് കൈവിട്ടാലുള്ള അവസ്ഥ അറിയാലോ. സങ്കടങ്ങളുണ്ട്, എനിക്കതറിയാം. പക്ഷെ അതെല്ലാം തരണം ചെയ്യുന്നിടത്ത് നമ്മൾ നമ്മുടെ ദുരിതങ്ങളെ തോൽപ്പിച്ച് ജീവിച്ച് കാണിക്കേണ്ടത്. ഇപ്പതേ എന്റെ അവസ്ഥ കണ്ടില്ലേ? എന്നെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു. മരണത്തെ മുഖാമുഖം കണ്ടിട്ടല്ലേ ഞാനിപ്പോ നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താ? തോൽക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു. ഈശ്വരന്റെ മുന്നിലെ ഞാൻ എന്റെ ജീവൻ അടിയറവ് വയ്ക്കുമെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു ഉറപ്പും വിശ്വാസവും നമുക്ക് നമ്മളിലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. ഇടി, നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറും. സത്യം മനസ്സിലാക്കി ശത്രുക്കളുടെ കൂട്ടുകെട്ടൊക്കെ ഒഴിവാക്കി രോഹിത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതുവരെ എന്റെ മോളൊന്ന് ക്ഷമിക്ക്. ഇനി അങ്ങോട്ടുള്ള വിഷമങ്ങള് ശത്രുക്കൾക്കാകാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ദൈവമുണ്ട് നമുക്കൊപ്പം. അതിന്റെ തെളിവ് നിന്റെ ഈ കുഞ്ഞേച്ചി തന്നെയാ. പറഞ്ഞതെല്ലാം കേട്ടല്ലോ. മനസ്സ് വിഷമിപ്പിക്കാതെ തന്റെ ഇടത്തോടെ ദുരിതങ്ങളെ നേരിടാൻ പഠിക്കേ. എങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും. കുഞ്ഞേച്ചി